വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ആ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കെമിക്കൽ റിയാക്ഷൻ ഏതാണ് 3ഓളം കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തേതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഹീറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ചാപ്റ്റർ തീർന്ന ഉടനെ തന്നെ എന്ത് ചെയ്യും, ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. രണ്ടിടത്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ പറഞ്ഞടാ, എന്താണ് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? എടാ, ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ക്യാമറയും അതിൽ നിന്ന് വരുന്ന ഫ്ലാഷും അല്ലേ. അപ്പോൾ ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് ലൈറ്റ് അല്ലേ. അപ്പം ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനുകൾ എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് എനർജി either അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അതിനെ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോം മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനുകളെ പറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് പറയുന്നത്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ സിൽവർ നൈട്രേറ്റ് ഉണ്ട്, ഓക്കെ, AgNO3 എന്ന് പറയും. സോഡിയം ക്ലോറൈഡ് ഉണ്ട്, NaCl. രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാച്ച് ഗ്ലാസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കണ്ണാടി ഗ്ലാസ്സിൽ എടുക്കുക. എന്നിട്ട് 2 കോട്ടൺ എടുക്കുക. എന്നിട്ട് രണ്ടിലും ഈ പറയുന്ന സൊല്യൂഷനെ ഡിപ്പ് ചെയ്തിട്ട് ഒരു കോട്ടണെ അറ്റ്മോസ്ഫിയറിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ തുറന്നു വയ്ക്കുക, മറ്റൊന്നിനെ ഒരു കറുത്ത നിറമുള്ള പേപ്പർ കൊണ്ട് അടച്ചു വയ്ക്കുക. വിച്ച് മീൻസ് അവിടേക്ക് പ്രകാശം എത്താൻ പാടില്ല. അല്പസമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കോട്ടണിൻ്റെ നിറം എന്ന് പറയുന്നത് ചെറിയൊരു കറുപ്പിൻ്റെ അടുപ്പിച്ചൊരു ബ്ലാക്കിഷ് നിറമായിട്ട് മാറുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. AgCl2 സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, സിൽവർ ഫോം ചെയ്യും. ഇത് കാരണമാണ് ഒരു ബ്ലാക്കനിങ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഒരു ചെറിയ രീതിയിലുള്ളൊരു ബ്ലാക്കനിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പം നമ്മളിവിടെ എന്താ പഠിക്കേണ്ടേ, പ്രകാശം എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ വന്നത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ അല്ലേ ഇത്. അപ്പോൾ അത്രയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു, ഈ പറയുന്ന സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ സിൽവർ ക്ലോറൈഡ് റിയാക്ട് ചെയ്തിട്ട് സിൽവറും ക്ലോറിനുമായിട്ട് മാറും. ഈ സിൽവറിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പറയുന്ന എന്താണ്, സിൽവർ ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ AgNO3 എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റും ആരുമായിട്ട്, സോഡിയം ക്ലോറൈഡുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഈ സിൽവർ ക്ലോറൈഡ് വീണ്ടും ആരുടെ പ്രസൻസിൽ, പ്രകാശത്തിൻ്റെ പ്രസൻസിൽ സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ നടക്കാൻ അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഊർജ്ജം എന്ന് പറയുന്ന ലൈറ്റ് അല്ലേ. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസൻസിൽ ഇവിടെ ഡീകമ്പോസ് ചെയ്യുകയല്ലേ. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു, ഇവിടെ ഏത് ഫോം ഓഫ് എനർജി കാരണമാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പ്രകാശം എന്ന് പറയുന്ന എനർജി കൊണ്ടാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസൻസ് നടക്കുന്ന റിയാക്ഷനെ നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞുകൂടെ. സോ വെയർ ലൈറ്റ് കോസസ് എ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശത്തിൻ്റെ ഫലത്താൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. അതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഉദാഹരണമായിട്ട് പറയാം. മറ്റൊരു റിയാക്ഷനാണ് ഫോട്ടോ സിന്തസിസ്. എന്താണ് ഫോട്ടോ സിന്തസിസ്? പ്രകാശ സംശ്ലേഷണം. അതായത് ഗ്രീൻ പ്ലാന്റ്സ്, ക്ലോറോഫില്ലിൻ്റെ ഇലകളുള്ള ഗ്രീൻ പ്ലാന്റ്സ് വാട്ടർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന എന്താണ്, കാർബൺ ഡയോക്സൈഡ്, സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ എന്ത് പറ്റും, ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും അതിൻ്റെ ഫലമായി ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണല്ലോ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദെയർ ഫുഡ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ട് ഫുഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ വെള്ളം, ആരുടെ പ്രസൻസിൽ, സൺ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും. എന്ത് കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും. പിന്നെ ഓക്സിജനും കിട്ടും. ഇതാണ് ലിബറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ അല്ലേ. അങ്ങനെ ഈ ഗ്ലൂക്കോസ് കിട്ടും. ഈ കിട്ടുന്ന ഗ്ലൂക്കോസ് എന്താണ്, സ്റ്റാർച്ചിൻ്റെ രൂപത്തിലോട്ട് മാറുകയും അത് ചെടിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും.
അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പലപ്പോഴും ധാന്യങ്ങളായിട്ട് മറ്റ് ഫോമിലൊക്കെ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ഇവിടെയും ഉപയോഗിച്ചത് പ്രകാശം എന്ന് പറയുന്ന എനർജി അല്ലേ, ലൈറ്റ് എനർജി അല്ലേ. ഇവിടെ ലൈറ്റ് എനർജി എന്തായിട്ട് മാറി? മറ്റൊരു കെമിക്കലായ ഗ്ലൂക്കോസ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് സിന്തസിസിൽ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തു എന്ന് പറയാം. അവിടെയും ഉപയോഗിച്ച പ്രകാശമല്ലേ. അപ്പോൾ രണ്ടെണ്ണം സിൽവർ നൈട്രേറ്റും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടായി? സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. സിൽവർ ക്ലോറൈഡ് സൂര്യപ്രകാശത്തിൽ ഡീകമ്പോസ് ചെയ്തു, അവിടെയും പ്രകാശം ഉപയോഗിച്ചു. സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ചു. മറ്റൊരു ഉദാഹരണം നോക്കിയേ, ഇവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, എന്താ ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഫയർ ഫ്ലൈസിനെ കണ്ടിട്ടുണ്ടാകുമല്ലോ, മിന്നാമിനിങ്. ഈ മിന്നാമിനിങ്ങിനകത്ത് ഒരു ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്, പേരെന്തുവാണ്? ലൂസിഫറിൻ. ഓക്കെ, ഇത് അൾട്രാ വയലറ്റ് റേസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ജന്തുക്കളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മിന്നാമിന്നിയിൽ എന്തുണ്ട്? ലൂസിഫർ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഇത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, ലൂസിഫറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായത്താൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ അബ്സോർബ് ചെയ്യുകയും എന്ത് പറ്റും? ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. സോ എത്രത്തോളം ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന ഓക്സിജൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. നോക്കിയേ, എങ്ങനെയാണ് ഫയർ ഫ്ലൈ പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു മിന്നാമിനിങ് എങ്ങനെയാണ് പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിന്നാമിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കെമിക്കലിൻ്റെ പേരെന്താ? ലൂസിഫറിൻ അബ്സോർബ് ദ അൾട്രാ വയലറ്റ് റൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈംസ് കോൾഡ് ലൂസിഫറൈസ്. ലൂസിഫറൈസ് എന്നൊരു എൻസൈമിൻ്റെ പ്രസൻസിൽ ലൂസിഫറിൻ എന്ന കെമിക്കൽ എന്ത് അബ്സോർബ് ചെയ്യും? അൾട്രാ വയലറ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ വിസിബിൾ ലൈറ്റാക്കി മാറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ബയോലൂമിനസെൻസ്. ബയോ എന്ന് വെച്ചാൽ ജീവജാലങ്ങളിൽ പ്രകാശമുണ്ടാകുന്നതിനെ വിളിക്കുന്ന പേര് ബയോലൂമിനസെൻസ്. ഫയർഫ്ലൈ ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ എൻറ്ററിങ് ദ ബോഡി ആൻഡ് ദെയർ ബൈ റെഗുലേറ്റിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ്. ലൈറ്റിൻ്റെ അളവ് ശരീരത്തിൽ കയറുന്ന ഓക്സിജൻ്റെ അളവിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഓക്സിജൻ്റെ അളവിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മിന്നാമിനിങ്ങിന് മാത്രമാണോ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്? ചില മറൈൻ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ കടലിൽ കാണുന്ന ഓർഗാനിസങ്ങൾക്കും ബയോലൂമിനസൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ +1 +2 ബയോളജി സയൻസ് എടുത്ത് പോയാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന ജീവജാലങ്ങളെ പറ്റിയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ മൂന്നിടത്തും ഉപയോഗിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച പ്രകാശം എന്ന് പറയുന്ന എനർജി അല്ലേ. അപ്പോൾ ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്, സിൽവർ നൈട്രേറ്റിൽ അബ്സോർബ് ചെയ്തു, ഫോട്ടോസിന്തസിസിൽ അബ്സോർബ് ചെയ്തു, ഓർ ലിബറേറ്റഡ്, ഈ പറയുന്ന ഫയർഫ്ലൈയുടെ കാര്യത്തിൽ ലിബറേറ്റ് ചെയ്തു. ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്, കെമിക്കൽ എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഏത് കെമിക്കൽ റിയാക്ഷനിലാണോ ഏതർ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ല ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്, അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ കെമിക്കൽ. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പോൾ നോക്കി, ഫോട്ടോസിന്തസിസിനകത്തുള്ള റിയാക്റ്റൻ്റ് ആരൊക്കെയാ? ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ലൈറ്റും കൂടി ചേർന്നിട്ടാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നത്. എന്താ ഫോട്ടോസിന്തസിസ്? ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻ ദ പ്രസൻസ് ഓഫ് എ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നു, അത് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇതായിട്ട് മാറുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ പറഞ്ഞ എന്താണ് ഈ പറയുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കേർഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓർ ദ ലിബറേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, തെറ്റാണല്ലോ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ബയോലൂമിനസെൻസിന് മറ്റൊരു എക്സാമ്പിളാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. ഫോട്ടോ കെമിക്കലിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസിഷൻ പറഞ്ഞു. ഫയർഫ്ലൈയിൽ എന്താ സംഭവിക്കുന്നത്? ലൂസിഫറിൻ എന്നത് റിയാക്ട് ചെയ്യുന്നു ഓക്സിജനുമായിട്ട്. അപ്പോൾ അതാണ് ഓക്സിജൻ്റെ അളവ് അനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറും എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് എൻ എൻസൈം കോൾഡ് ലൂസിഫറൈസ്, എന്നിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും. പ്രോസസ്സിൻ്റെ പേര് ബയോലൂമിനസെൻസ് എന്ന് പറയും. ഇനി ഒരു 2 ചോദ്യം. ചില മെഡിസിനുകൾ നിങ്ങൾ നോക്കിയാൽ കടകളിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ ബ്രൗൺ നിറത്തിലുള്ള കണ്ണാടി കുപ്പികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉണ്ടല്ലോ. ചില മരുന്നുകൾ അല്ലെ, ചില ടോണിക്കുകൾ, കഫ് സിറപ്പുകളൊക്കെ ട്രാൻസ്പാരൻ്റ് അല്ല, അത് ബ്രൗൺ കളർ അല്ലെങ്കിൽ പ്രകാശം അധികം കടത്തി വിടാത്ത എന്നാൽ മരുന്നിൻ്റെ അളവ് കാണത്തക്ക രീതിയിലുള്ള കുപ്പികളിലായിരിക്കും വച്ചേക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാം, പ്രകാശം എന്ന് പറയുന്നതിൻ്റെ ഫലത്താലും റിയാക്ഷൻ സംഭവിക്കും. എന്തുകൊണ്ടാണ്? ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം ലൈറ്റ് വിച്ച് ക്യാൻ കോസസ് കെമിക്കൽ റിയാക്ഷൻ. അതിന് എന്ത് ചെയ്യാനാണ്? ലൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. കാരണം ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കാം? ചില കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാം. എന്ത് നടക്കാം? ചില കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാം. മറ്റൊന്ന് നോക്കി, സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ്. വൈ? ചോദിക്കാം. സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് പഠിച്ച ആദ്യ എക്സാമ്പിൾ ആണ് അല്ലേ. സിൽവർ നൈട്രേറ്റും എന്ത് പറ്റും? പ്രകാശത്തിൻ്റെ അളവ് ഡീകമ്പോസ് ചെയ്യും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ അത് വയ്ക്കാത്തത്. രണ്ടും നല്ല മനോഹരമായ ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താ? ഒന്ന്, സിൽവർ നൈട്രേറ്റിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ഫോട്ടോസിന്തസിസ് പഠിച്ചു. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബയോലൂമിനസെൻസിൽ ലൈറ്റ് എനർജി റിലീസ് ചെയ്യുന്നു. ബട്ട് എന്താണ്? കിളിയുടെ പേരെന്തായിരുന്നു? മിന്നാമിനിങ് തിളങ്ങുന്നു. ഓക്കെ, രണ്ടും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. തീർന്നു. അപ്പോൾ ഇതാണ് ഫോട്ടോ കെമിക്കൽ. ഫോട്ടോ കെമിക്കലിൽ ഇപ്പോൾ പഠിച്ച പോയിന്റുകളൊന്ന് പറഞ്ഞേ. ഒന്ന്, ഇതിവിടെ ഉദാഹരണങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സിൽവർ നൈട്രേറ്റിൻ്റെ ഉദാഹരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോഡിയം ക്ലോറൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ സോഡിയവും ക്ലോറിനുമായിട്ട് മാറുമ്പോഴാണ് കറുത്ത നിറം കാണുന്നത്. രണ്ട്, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെള്ളം. ഇത് ആരുടെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ക്ലോറോഫില്ലിൻ്റെ ഉള്ള ഇലകളിൽ ഫോം ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. അവിടെയും പ്രകാശം അബ്സോർബ് ചെയ്യും. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് എന്ത്? മൃഗങ്ങളിൽ കാണുന്ന ബയോലൂമിനസെൻസ്. എന്താണ്? ലൂസിഫറിൻ എന്ന് പറയുന്ന കെമിക്കൽ, ലൂസിഫറൈസ് എന്ന് പറയുന്ന എൻസൈമൊക്കെ കൊണ്ട് അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു. UVയെ അബ്സോർബ് ചെയ്ത് അതിനെന്തായിട്ട് മാറ്റും? വിസിബിൾ ലൈറ്റായിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ മാത്രം ലൈറ്റ് എന്താണ്? പ്രൊഡ്യൂസ് ആണ് ചെയ്തത്. അപ്പോൾ രണ്ടിടത്ത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തെങ്കിൽ ഒരിടത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി പ്രൊഡ്യൂസ് ചെയ്താലും അബ്സോർബ് ചെയ്താലും റിയാക്ഷൻ്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. അതെന്തായിരിക്കും? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഉദാഹരണത്തിൽ വരും. സെറ്റല്ലേടാ? എങ്കിൽ നമുക്ക് അടുത്ത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതിലോട്ട് പോവാം. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഫോട്ടോ കെമിക്കലിലെ ഫോട്ടോ ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോ കെമിക്കലിലെ ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇലക്ട്രിസിറ്റി ആയിരിക്കും. എന്തായിരിക്കും? അത് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡ്രൈ സെല്ലാണ്, അഥവാ ബാറ്ററി. നിങ്ങളുടെ TV, റിമോട്ട്, കളിപ്പാട്ടങ്ങൾ ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം ബാറ്ററിയാണ്. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഇതാണോ? അല്ല. ഇലക്ട്രിക് വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഇതാണോ? അല്ല. ഇത് സാധാരണ നമ്മുടെ സെൽ എന്ന് പറയുന്ന സാധനം. അതിലൊരു കാർബൺ റോഡ് ഉണ്ടാവും. അതിൻ്റെ എൻഡ് പോസിറ്റീവ് ടെർമിനലാണ്, ഓപ്പോസിറ്റ് വശം നെഗറ്റീവ് ടെർമിനലാണ്. അവിടെ മെഗ്നീഷ്യം ഡയോക്സൈഡും കാർബൺ പൗഡറും കാണും. ഇവർക്കിടയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ആവശ്യമുള്ളപ്പോൾ റിയാക്ട് ചെയ്യും. സിങ്ക് കണ്ടെയ്നറിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇവർക്കിടയിൽ എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. അഥവാ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സോ ഇൻ എ ഡ്രൈ സെൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ പറയുന്ന കാർബണും മെഗ്നീഷ്യം ഡയോക്സൈഡും കാർബൺ പൗഡറും ഒക്കെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് പറ്റും? ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കോ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ എക്സാമ്പിൾ പറയുന്നത്? നമ്മൾ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ അഥവാ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്താലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇടും. ഈ ഫിനോഫ്താലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഓക്കെ, ആസിഡിക്കും ബേസിക്കും എന്ന് വസ്തുക്കളെ രണ്ടെടുത്തിരിക്കാം. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്താലിൻ. ഇത് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ റിയാക്ട് ചെയ്താൽ എന്തായിട്ട് മാറും? പിങ്ക് നിറമായിട്ട് മാറും. നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സാധനം. എന്നിട്ട് നമ്മളതിൽ കോപ്പർ വയർ കൊടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. എന്ത് പറ്റും?
ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ റിയാക്ട് ചെയ്യും ഇലക്ട്രിസിറ്റിയുമായിട്ട്, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, വെൻ സോഡിയം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ, ആരുടെ പ്രസൻസിൽ? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി സെല്ല് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, ഡ്രൈ സെല്ല്. അവിടെ നിന്ന് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ്? ആ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം? ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് ഈ സൊല്യൂഷനിലൂടെ. അപ്പോൾ സൊല്യൂഷൻ ഡിസോസിയേറ്റ് ചെയ്യും. സൊല്യൂഷൻ എന്ത് പറ്റും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഇതാ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ പറയുന്ന കോപ്പർ എൻഡുകളുടെ ഭാഗത്ത് പിങ്ക് നിറം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഓക്കെ, എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇതാണ് സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നത്? പിങ്ക് നിറത്തിലേക്ക് മാറുന്നത്. ഓക്കെ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എടാ ഇവിടെ ചുമ്മാതെ ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിനകത്തേക്ക് നമ്മൾ 2 കോപ്പറിൻ്റെ റോഡ് കുത്തി നിർത്തി എന്ന് വെച്ച് നടക്കുമോ? ഇല്ല. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യണം? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണ്ടേ? അപ്പോൾ ഏത് എനർജി? ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. എങ്കിൽ ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകൾ എന്ന് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകൾ എന്ന് ആയിരിക്കും. ഇവിടെ നോക്കിയോ, ഇലക്ട്രോളിസിസ് എന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കിയത് പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നോക്കിയോ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അതിൽ നമ്മൾ ഡ്രൈ സെല്ല് പറയുകയാണ്. എന്താണ് ഡ്രൈ സെല്ല്? ഓക്കെ, ഡ്രൈ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ടോർച്ച്, റിമോട്ട് കൺട്രോളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇലക്ട്രോളിസിസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രോളിസിസ് മനസ്സിലാക്കാനാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിനകത്ത് കോപ്പർ ഇട്ടിട്ട് കറണ്ട് കൊടുത്തു, അതിനകത്ത് ഫീനോഫ്താലിനും കൂടെ ആഡ് ചെയ്തു. ബേസിക് ഉണ്ടാകുന്നു എന്നറിയാം. എന്ത് പറ്റും? പിങ്ക് നിറമായിട്ട് മാറും വയറിൻ്റെ ഭാഗത്ത്. എന്തുകൊണ്ടാണ്? ഇവിടെ സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അതാണ് ഫീനോഫ്താലിനെ പിങ്ക് നിറത്തിലേക്ക് മാറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക്കൽ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിലൂടെ ഇവിടെ എന്ത് ചെയ്യാണ്? ഡിസോസിയേഷൻ നടക്കുകയാണ്. ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൻ്റെ ഇലക്ട്രോളിസിസ് കേട്ടിട്ടുണ്ടായിരിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ H2, അതിലേക്ക് നമ്മൾ അല്പം ഒരു അസിഡിക് സൊല്യൂഷനിലോട്ട് നമ്മൾ കറണ്ട് കൊടുത്താൽ എന്ത് പറ്റും? ഇത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും, വിഘടിക്കും. ഓക്കെ, വിഘടിക്കും, സെപ്പറേറ്റ് ആവും. അതിന് റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി. അത് പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇലക്ട്രോളിസിസ് റിയാക്ഷൻ ആണ്. നമ്മളിപ്പോൾ കണ്ടത് എന്തുവാണ്? ഇലക്ട്രോളിസിസ് റിയാക്ഷൻ ആണ്. തെറ്റാണോ? അതാ കണ്ടോ, വെള്ളത്തിലും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഒരല്പം അസിഡിക് എമൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നമുക്ക് എന്തായിട്ട് മാറും? അവനെയും തമ്മിലടിപ്പിച്ച് ഹൈഡ്രജൻ ഓക്സിജനായിട്ട് മാറ്റാം. അതെന്ത് റിയാക്ഷനാണ്? ഇതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. അതാ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂസ് ഉണ്ടോ? ഉണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വണ്ടിയുടെയൊക്കെ സൈലൻസർ നല്ല വെട്ടിത്തിളങ്ങി സിൽവർ പോലെ ഇരിക്കും, കണ്ണാടി പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ സിൽവർ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഗോൾഡ് കവറിങ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോൾഡ് പ്ലേറ്റഡ്, ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ, അതുപോലെ ഗോൾഡ് കവറിങ്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കോട്ടിങ് ചെയ്യുകയാണ്. ഇങ്ങനെ കോട്ടിങ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ്. ക്രോമിങ്, ഈ കാറ് ബൈക്കിനകത്തൊക്കെ ഒരു ക്രോം എലമെൻ്റ് എന്നൊരു സംഭവം കാണത്തില്ലേ? നമ്മൾ നല്ല മെറ്റൽ കണ്ണാടി പോലെ തിളങ്ങിയിരിക്കുന്ന ഒരു സാധനം അല്ലേ? വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലിൽ, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും. ഇതാണെന്ത്? ഇലക്ട്രോ പ്ലേറ്റിംഗ്, ക്രോം ഗ്രില്ല് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ സിമ്പിൾ പരിപാടിയാണ്. നമ്മളൊരു ബീക്കർ എടുത്തിട്ട് നമുക്ക് ഏത് മെറ്റലാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ സിൽവർ കോട്ടിങ് ചെയ്യണമെങ്കിൽ സിൽവർ, ഗോൾഡ് കോട്ടിങ് ചെയ്യണമെങ്കിൽ ഗോൾഡ്, കോപ്പർ കോട്ടിങ് ചെയ്യണമെങ്കിൽ കോപ്പർ. നമുക്ക് ആദ്യം ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കോപ്പർ എടുക്കാം. എന്നിട്ട് അതിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യണം. എന്നിട്ട് ഏവൻ്റെ പുറത്താണോ കോട്ടിങ് ചെയ്യേണ്ടത് അവനെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഒരു ബീക്കർ വെച്ചിട്ട് ഇതിനകത്ത് ഒരു സാധനം ഫില്ല് ചെയ്യണം. എന്ത് ഫില്ല് ചെയ്യണം? ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഇവിടെ കോപ്പർ ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ആയി, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സൈനൈഡ്, സിൽവർ ആണെങ്കിൽ സിൽവർ സൈനൈഡ് നമ്മൾ യൂസ് ചെയ്യും. കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഇവിടെ നിന്നും പാർട്ടിക്കിൾസ് ഇളകി വന്ന് എന്ത് ചെയ്യും? ഇവിടേക്ക് ഇങ്ങനെ വന്ന് ചേരുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും.
അങ്ങനെ ഇതിന് ചുറ്റും എന്ത് പറ്റും, ഈ കോപ്പറിൻ്റെ ഒരു കോട്ടിങ് ക്രമേണ വരും, ഇതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് ആളെയാണോ കോട്ട് ചെയ്യേണ്ടത് അവനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യൂടാ, അവനെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്യും. ബാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ ഒരു വളയിലാണ് നമ്മളിത് ചെയ്തത്. ഈ വള ബാങ്കിൾ എവിടെയാണ് കൊടുത്തത്, അത് നെഗറ്റീവ് ടെർമിനലാണ് കൊടുത്തത്. വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ എന്ത് പറ്റും, ഈ പറയുന്ന കോപ്പർ വന്ന് ആ അയൺ ബാങ്കിളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഏത് മെറ്റലാണോ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവ് ടെർമിനലിലും, ഏതിലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവ് ടെർമിനലിലും നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. സോ അതാണ് എഴുതി വെച്ചേക്കുന്നത്. ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഓക്കെ ആണല്ലോ. സോ ദ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് അപ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സിൽവർ നൈട്രേറ്റ് എടുത്ത്, ഇനി എനിക്കൊരു ഗോൾഡ് കഷ്ണം എനിക്കൊരു ഇരുമ്പിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ ബീക്കറിൽ ഇവനെ എടുത്തിട്ട് പോസിറ്റീവിൽ കൊടുക്കണം. ആരെയാണോ കോട്ട് ചെയ്യേണ്ടത്, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് AU, ഇനി ഇവിടെ ഇരുമ്പാണ് കൊടുത്തത് FE. ഇവിടെ ഒരു സൊല്യൂഷൻ ഫില്ല് ചെയ്യേണ്ടേ, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവൻ്റെ ആളായിരിക്കണം. ആരുടെ ആളായിരിക്കണം, ഇവൻ്റെ ആളായിരിക്കണം. സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ സെയിം മെറ്റൽ ഡിസോൾവ് ഇൻ ദ വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് കണ്ടോ, ഇഫ് സിൽവർ ഈസ് ടു ബി കോട്ടഡ് ഓൺ ദ അയൺ ബാങ്കിൾ, സിൽവർ പ്ലേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോസിറ്റീവിൽ കണക്ട് ചെയ്യേണ്ടത്. സൊല്യൂഷനായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും, സിൽവർ സൈനൈഡ് അല്ലെങ്കിൽ സോഡിയം സൈനൈഡോ യൂസ് ചെയ്യണം. ഇനി ഗോൾഡ് ആണോ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗോൾഡ് ആയിരിക്കണം പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ അവിടെ ഗോൾഡ് സൈനൈഡോ അല്ലെങ്കിൽ സോഡിയം സൈനൈഡോ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഓറല്ല, ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേര് ഇലക്ട്രോപ്ലേറ്റ്. സോ ദ കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റ്. വൈദ്യുതി വെച്ച് നമ്മൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നിങ്ങൾ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നോക്കി എന്താ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോളിസിസ് അറിയാമല്ലോ, ഒരു സാധനം കറണ്ടിൻ്റെ പ്രസൻസിൽ വിഘടിച്ച് അതിൻ്റെ കോൺസ്റ്റൻറ്റുകളായിട്ട് മാറുന്നതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. എന്താ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ പുറത്ത് മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. എന്തുപയോഗിച്ചിട്ട്, വൈദ്യുതി ഉപയോഗിച്ചിട്ട്. എക്സാമ്പിളാണ് കോപ്പർ കോട്ടിങ്. എന്ത് ചെയ്യണം, നമ്മൾ കോപ്പർ പ്ലേറ്റിനെ പോസിറ്റീവ് ടെർമിനലിലും ഇരുമ്പിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇരുമ്പ് ബാങ്കിൾ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കോപ്പറിൽ നിന്ന് ഇളവി അയണിൽ വന്ന് കോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഇനി സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ സിൽവർ ഉപയോഗിക്കണം, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഉപയോഗിക്കണം. പോസിറ്റീവ് ടെർമിനലാണ്, നെഗറ്റീവ് കൊടുത്താൽ നടക്കത്തില്ല. സിൽവർ ആണെങ്കിൽ സിൽവർ സൈനൈഡ് അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സൈനൈഡ് വിത്ത് സോഡിയം സൈനൈഡ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയും ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. സെല്ലിനകത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ഇലക്ട്രോളിസിസിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഭാഗമേ, നമുക്ക് ലെമൺ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നാരങ്ങയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ആണി എടുക്കുക. ഇത് സിങ്ക്, ഇത് കോപ്പർ, 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 ഇത് സിങ്ക്, ഇത് കോപ്പർ. പരസ്പരം എല്ലാവരെയും കണക്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് LED കൊടുത്താൽ LED കത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ പറയുന്ന സിട്രസ് ഫ്രൂട്ടായിട്ടുള്ള ലെമണിനകത്ത് ആസിഡ് ഉണ്ട്. ഈ ആസിഡ് ഈ സിങ്കും കോപ്പറും മെറ്റലല്ലേ, മെറ്റലുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. സോ ഇഫ് ദ ഇലക്ട്രിസിറ്റി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ നാരങ്ങ കത്തിച്ചത് മാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ച ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രോളിസിസും ഒക്കെ എന്തിനകത്ത് വരും, ഇലക്ട്രോ കെമിക്കലിനകത്ത് വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അത് ഇലക്ട്രോ കെമിക്കൽ. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ ഡ്രൈ സെല്ലിൻ്റെ കാര്യം പഠിച്ചു. ഡ്രൈ സെല്ലിൽ എന്ത് പറ്റും, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അടുത്ത് ഇലക്ട്രോളിസിസ് പഠിച്ചു. അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ലെമൺ കൊണ്ടുള്ള ബാറ്ററിയിൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ എവിടെയാണോ ഏത് റിയാക്ഷനിലാണോ വൈദ്യുതി എന്ന് പറയുന്നത് എയ്തർ അബ്സോർബ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. എന്ത് വിളിക്കാം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് കണ്ടോ. കെമിക്കൽ റിയാക്ഷൻ, അവിടെ നടക്കുന്ന എനർജി ചേഞ്ച്. സബ്സ്റ്റൻസ് കത്തിക്കുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, തെർമോ. ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓൺ ഹീറ്റിങ്ങും അബ്സോർബ് ഹീറ്റ് ചെയ്യും, തെർമോ. ബയോലൂമിനസെൻസിൽ എന്താണ്, ലൈറ്റ് ഉൽപ്പാദിപ്പിക്കും, ഫോട്ടോ കെമിക്കൽ.
സെല്ലിൽ ലെമൺ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ഇലക്ട്രോ കെമിക്കൽ, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും ഇലക്ട്രിസിറ്റി. ഇലക്ട്രോ കെമിക്കൽ. അപ്പോൾ ഇതാണെന്ത് നമുക്ക് ടൈപ്സ് ഓഫ് റിയാക്ഷൻ പഠിക്കാനുള്ളത്. ഞാനതെല്ലാം മനോഹരമായിട്ട് ഈ പറയുന്ന നോട്ടിൽ, ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ പേരാണ് ചേഞ്ചസ് ഓഫ് മാറ്റർ. ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഞാനിവിടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പേജ് കുറച്ച് നീണ്ട് കിടക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. വളരെ രസമുള്ളൊരു ചാപ്റ്റർ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.